നമസ്കാരം. ഗ്രീസിലെ സാന്റോറിനി ദ്വീപിൽ ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ വൻ നാശനഷ്ടം. റിക്ടർ സ്കെയിലിൽ 5.3 രേഖപ്പെടുത്തിയ ഭൂകമ്പം ഈയിടെ മേഖലയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ ഭൂചലനമാണ്. കുറേ നാളായി നൂറുകണക്കിന് ഭൂചലനങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച പ്രാദേശിക സമയം 10 മണിയോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. സാന്റോറിനിക്കും അമോർഗോസിനും ഇടയിലുള്ള 14 കിലോമീറ്റർ ചുറ്റളവിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനം റിക്ടർ സ്കെയിലിൽ 5.3 രേഖപ്പെടുത്തിയതെങ്കിലും ശക്തമായ ഭൂചലനമായിരുന്നില്ല ഉണ്ടായതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത്. നേരത്തെ ഈ മേഖലയിൽ 5 മുതൽ 5.2 വരെ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെയും പലവട്ടം ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ശനിയാഴ്ച മാത്രം റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തിയ 11 ഭൂചലനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരുന്നു. ഈ മാസം 1-ാം തീയതി മുതൽ 800ഓളം ചെറു ഭൂചലനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായ ഭൂചലനത്തിന്റെ ആഘാതം തുർക്കിയിലും ഏതൻസിലും വരെ എത്തിയിരുന്നു. ലോകത്തെ ഏറ്റവും അധികം ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമാണ് ഗ്രീസ്. ഇവിടെ ഉണ്ടായിരുന്ന 11,000-ഓളം ടൂറിസ്റ്റുകളെയും പ്രദേശവാസികളെയും അടിയന്തരമായി ഒഴിപ്പിക്കുകയായിരുന്നു. ഇതിനായി പ്രത്യേക വിമാനങ്ങളും അയച്ചിരുന്നു. അടുത്ത മാസം 3 വരെയാണ് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനായി ഗ്രീക്ക് സർക്കാർ അടിയന്തരമായി 2.5 മില്യൺ പൗണ്ട് അനുവദിച്ചിട്ടുണ്ട്. തുറമുഖങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു പോകാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പലരും തെരുവുകളിലാണ് അന്തിയുറങ്ങുന്നത്. ഹോട്ടൽ ഉടമകളോട് സ്വിമ്മിംഗ് പൂളുകളിലെ വെള്ളം വറ്റിച്ചു കളയാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതുവരെ ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ ദ്വീപിൽ അതിശക്തമായ തോതിലുള്ള ഭൂചലനം ഉണ്ടാകാൻ എല്ലാ സാധ്യതകളും ഉള്ളതായി ഭൗമശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു.